ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട മെറ്റീരിയൽ സാരിയാണ് കാണിക്കുന്നത്. അതിനകത്ത് നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കും എന്നാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുമാണ്. 1990 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. നല്ല കളേഴ്സുമാണ്, എംബ്രോയ്ഡറി വർക്കും അതെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നും നാളെയൊക്കെ ആയിട്ട് റെഡി ആകുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ഡസ്റ്റി പീച്ച് ടോൺ. ഇതേ പീച്ചിൻ്റെയൊക്കെ ഒരു ഡസ്റ്റി ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു പീച്ച് ടോൺ. അതിനകത്ത് ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്ക്. കോട്ടൺ മെറ്റീരിയലാണ്, നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന സാരിയാണ് കേട്ടോ. നമുക്ക് നല്ല എളുപ്പമാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഉണ്ടോ, 1990 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു പാറ്റേൺ, ഒരു ഡസ്റ്റി പീച്ച് ടോൺ. അതിനകത്ത് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ്, അല്പം കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ഇതേപോലെ വർക്ക്, അതായത് ലോവർ പോർഷനിൽ വർക്ക് വരും, ബോർഡറിലും വർക്ക് വരും. ഇങ്ങനെയാണ് സാരിയിൽ ഇത് ഓവറോൾ ഇങ്ങനെ വരും കേട്ടോ. ഫസ്റ്റ് കുത്തുന്ന പോർഷനിൽ മാത്രമാണ് നമുക്ക് വർക്ക് ഇല്ലാതെ വരുള്ളൂ, ബാക്കി എല്ലായിടത്തും ഈ ഒരു വർക്ക് വരും. 1990 റേഞ്ചിൽ വന്നിരിക്കുന്നത് സാരി. എല്ലാത്തിനും നമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് സാരി നമ്പർ 1 ആട്ടോ. സാരി നമ്പർ 2 ഇത് നോക്കിയേ, നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ്. സാരി നമ്പർ 2. സാരി നമ്പർ 2 ബേബി പിങ്ക് ഷെയ്ഡ്, സെയിം പാറ്റേൺ ആട്ടോ. സാരി നമ്പർ 3 ഇതൊരു ഗ്രേ ആണോ എന്ന് വെച്ചാൽ ഗ്രേ അല്ല, ഒരു ക്രീമും ഗ്രേയും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. അതിനകത്ത് ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്ന സാരി നമ്പർ 3. ഇങ്ങനെ പ്ലീറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, അതെ നല്ല നന്നായിട്ട് നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഉണ്ടോ, ഇതിപ്പോൾ ഞാൻ 3-4 ഫോൾഡ് വെച്ചിട്ടല്ലേ പ്ലീറ്റ് ചെയ്തേക്കണേ, അതുകൊണ്ടാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലും കേട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. സാരി നമ്പർ 4 ഒരു സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. സീ ഗ്രീൻ ഷെയ്ഡ് ചിലപ്പോൾ ഇച്ചിരി ലൈറ്റായിട്ടായിരിക്കും വീഡിയോയിൽ കാണുന്നത്, ഡാർക്കായിട്ടാണ് കാണുന്നത്. അത്രയും ഡാർക്കല്ല കേട്ടോ, എക്സാക്ട്ലി ഒരു സീ ഗ്രീൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇപ്പോൾ കറക്റ്റ് കളറാണോ? ചെറിയ ഡാർക്ക് അല്ലേ, അല്പം ഡാർക്കായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്, അത്രയും ഡാർക്കല്ല കേട്ടോ. സാരി നമ്പർ 5 വരുമ്പോൾ നല്ലൊരു ബേബി യെല്ലോ ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന സാരി. സാരി നമ്പർ 5 നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 6 വരുമ്പോൾ 6ൻ്റെ കളറ് കണ്ട ഒരു വെറൈറ്റി കളേഴ്സാട്ടോ. അതെ ഇതൊരു ചെറിയൊരു ലാവൻഡർ ഗ്രേയും കൂടെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 6 നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. സാരി നമ്പർ 7 വരുമ്പോൾ ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 7 പിങ്ക്. സാരി നമ്പർ 8 നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 8 ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കോട്ടൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് നാളെ ആകുമ്പോഴത്തേക്കും റെഡി ആകുമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. താങ്ക്